PC ജോർജിന്റെ വാർത്തയിലേക്ക് നമ്മൾ ഇനി പോകുന്നത്. ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം എന്ന കേസിൽ PC ജോർജ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച, അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ ഹാജരാകുമെന്ന് PC ജോർജ് പോലീസിനെ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇന്ന് 9:30 ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് PC ജോർജ് ഹാജരാകുക. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നൊരു 9:30 PC ജോർജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണോ നടപടി? എന്തൊക്കെ വിവരങ്ങൾ? അത്തരത്തിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ PC ജോർജിന്റെ വസതിക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് 9 മണിക്ക് ശേഷം PC ജോർജ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തിയിരുന്നു. നോട്ടീസ് കൈമാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ PC ജോർജ് വീട്ടിലില്ലാത്തതിനാൽ നോട്ടീസ് നേരിട്ട് കൈമാറാൻ പറ്റിയിരുന്നില്ല. അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഏതാണ്ട് ശനിയാഴ്ച ഉച്ചയോടെ 2 മണിയോട് കൂടി ഹാജരാകാൻ കഴിയുമോ എന്ന് പോലീസ് ചോദിച്ചിരുന്നു, ഷോൺ ജോർജിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പിന്നെ ചില സാവകാശം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാമെന്നാണ് രേഖാമൂലം PC ജോർജ് ഈരാറ്റുപേട്ട പോലീസിനെ അറിയിച്ചിരുന്നത്. ഇന്ന് ഏതാണ്ട് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 9:00 കൂടി തന്നെ ഇവിടെ നിന്ന് PC ജോർജ് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളും BJP നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും PC ജോർജിനെ അനുഗമിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. BJPയുടെ 2 ജില്ലാ അധ്യക്ഷന്മാരുണ്ട്. BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോയും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്, PC ജോർജിനൊപ്പം അനുഗമിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒടുവിലത്തെ വിവരം. കഴിഞ്ഞ ദിവസം PC ജോർജിനെ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ബോധപൂർവം വേട്ടയാടുകയാണ് എന്നുള്ള വിമർശനമാണ് മകൻ ഷോൺ ജോർജ് ഉന്നയിച്ചത്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം ഈ കേസ് കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയ പോരാട്ടമല്ല PC ജോർജിൻ്റേത്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഒരു നാക്കുപിഴയുടെ പേരിൽ രാഷ്ട്രീയമായി കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് PC ജോർജിൻ്റെ അടുത്ത് വില പോകില്ല എന്നുള്ള ഒരു വിമർശനം തന്നെയാണ്, അല്ലെങ്കിൽ മറുപടി തന്നെയാണ് ഷോൺ ജോർജ് ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത്. തീർത്തും ഒരു സമുദായത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നില്ല PC ജോർജ് നടത്തിയത്. മറിച്ച് തീവ്രവാദത്തെയാണ് തള്ളിപ്പറഞ്ഞത്. ആ ഒരു നാക്കുപിഴ, സ്വന്തം ശൈലിയിലുണ്ടായ ഒരു നാക്കുപിഴയെ പർവ്വതീകരിച്ച് രാഷ്ട്രീയമായി നേരിടാനാണ് ശ്രമിച്ചത്. അതിനെ ഏതായാലും പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഷോൺ ജോർജ് ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. PC ജോർജ് നേരത്തെ തന്നെ ഈ ഒരു പരാമർശം വിവാദമായതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് തൻ്റെ പരാമർശം വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കുന്നതായി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ അത് മുഖവിലേക്ക് എടുക്കാതെ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ശ്രമം നടത്തുന്നു. ഏതായാലും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് PC ജോർജിന്റെ ശൈലിയല്ല. അതുകൊണ്ട് തന്നെ സാധ്യമായിട്ടുള്ള നിയമ പോരാട്ടം തുടരുന്നതിനൊപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ PC ജോർജ് ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അപ്പീലുകൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ. ഹർജി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ആ പരാമർശങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികളെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ഷോൺ ജോർജും വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ PC ജോർജിന് ഇതോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിവാദ പരാമർശം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ PC ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ PC ജോർജിന്റെ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉന്നയിച്ചിരുന്നത് എന്നുള്ള വിഷയത്തെ കാതലായിട്ടുള്ള വിഷയം തന്നെയാണ്. ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. ഏതായാലും PC ജോർജിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഘട്ടം വരെ തുടക്കം മുതൽ ഈ ഘട്ടം വരെ BJP നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തുടർന്നുള്ള ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള PC ജോർജിന്റെ യാത്രയിലും BJPയുടെ പ്രവർത്തകരും എല്ലാം തന്നെ വലിയ രീതിയിൽ അനുഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 9:30 കൂടി PC ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഓക്കെ, ശരി മിഥുൻ.